ഈ ഗോസ്പൽ ടി വി UP എന്നൊരു യൂട്യൂബുകാരന് പെന്തക്കോസ്തുകാരെ പറ്റി ഒരുപാട് വാദം പറയുന്നുണ്ട്. ഇവൻ യഥാർത്ഥത്തിൽ ആരെന്ന് ചോദിച്ചാൽ BJPക്കാരനാണ്. BJPയെ പൊക്കി പറയുകയാണ്. BJPയുടെ റൂള് നല്ലതാണ്, BJPയുടെ അത് നല്ല. എൻ്റെ പൊന്നെ, BJP എന്താണ് ചെയ്യുന്നത്? BJP ഭരിക്കുന്നൊരിക്കലും രൂപയുടെ നില എന്തെന്ന് വെച്ചാൽ താഴേക്ക് പോയി. ഇപ്പോൾ $1 എന്ന് പറയുമ്പോൾ 95 പോയിൻ്റ് സംതിങ് ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ ഇന്ത്യയുടെ എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും പ്രൈവറ്റൈസ് ചെയ്തു, അദാനിക്കും അംബാനിക്കും കൊടുത്തു. അത് പറയാണ് BJP മാത്രമേ ഇന്ത്യ ഭരിക്കാൻ സാധിക്കുന്നു. എല്ലാ സാധനങ്ങൾക്കും വില കൂടി, എല്ലാവിധമാകുന്ന സാധനങ്ങൾക്കും വില കൂടി. പിന്നെ അങ്ങനെയുള്ള ഇവന് എങ്ങനെയാണ് BJPയെ ഉയർത്തി കാണിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഇവൻ UP താമസിക്കുന്നതിനാൽ UPയുടെ അവിടെ താമസിക്കണമെങ്കിൽ BJPയുടെ സപ്പോർട്ടുണ്ടെങ്കിലേ താമസിക്കാവുള്ളൂ, സ്കൂൾ നടത്താനൊക്കത്തുള്ളൂ. പക്ഷേ ഇവൻ പെന്തക്കോസ്തുകാരെയും പറ്റിയും കളിയാക്കുന്നതായിട്ട് കാണുമായിരുന്നു. ഈ പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാതെ, പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു സഭയാണ്. അത് ചിലപ്പോൾ ചിലർ തെറ്റുകാർ കാണും എന്ന് വിചാരിച്ച് പെന്തക്കോസിനെ പറ്റി ഇങ്ങനെ പറയേണ്ടതാകുന്ന കാര്യമല്ല ഉണ്ട്. അതുകൊണ്ട് UPയിലുള്ള ഗോസ്പൽ TV UPയുടെ ഇദ്ദേഹത്തിന് അല്പം അറിവ് വേണം. ഇന്ത്യയെ ഭരിക്കാൻ BJPയെ കൊണ്ടൊക്കത്തില്ല. കാരണം എല്ലാ പേഴ്സണൽ ഫ്രീഡം, വ്യക്തിപരമായ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ നശിച്ചു കഴിഞ്ഞു. എനിക്കിപ്പോൾ എന്ത് കഴിക്കണം, അല്ലെങ്കിൽ എനിക്കിപ്പോൾ എന്തിൽ വിശ്വസിക്കണം, അല്ല എന്ത് ഞാൻ മറ്റുള്ളവരോട് പറയണം എന്നുള്ളതിൻ്റെ പേഴ്സണൽ ഫ്രീഡമാണ്. അത് നശിച്ചു കഴിഞ്ഞു. എന്നിട്ട് ഇവൻ വലിയ പറയുകയാണ് എന്ന് വെച്ചാൽ ഗോസ്പൽ TV സാജു തോമസ് BJP അങ്ങ് ഉയർത്തുകയാണ്. എന്തൊരു പൊട്ടത്തരമാണ്ടാണ് കാണിക്കുന്നത്. ആക്ച്വലി നീ പെന്തക്കോസ്തുകാരനാണ്, എന്നാലും പെന്തക്കോസ്തിനെ പറ്റി ഇങ്ങനെ പറയാൻ നിനക്കെന്ത് പറ്റി? നീ ആദ്യം പോയി പെന്തക്കോസ് എന്താണെന്ന് പഠിക്കുക, അതിനുശേഷം BJP എന്താണെന്ന് പഠിക്കുക. BJP എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ മനോഭാവമുള്ളത് ഒരു ഇതാണ്. ഹിന്ദുക്കളുടെ മെജോറിറ്റി വരണമെന്ന്. നിനക്കും ചിലപ്പോൾ ആപത്തായിരിക്കും UPയിൽ ഹിന്ദുത്വ മനോഭാവം വരുന്ന സമയത്ത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ഈ പെന്തക്കോസ്തുകാരെ പറ്റി കുറ്റം പറയുകയോ അല്ലെ BJPക്ക് മാത്രമേ ഇന്ത്യ ഭരിക്കാൻ ഒക്കത്തുള്ളൂ എന്ന് പറയുക, ഇതൊന്നും പറയരുത്. നീ ആക്ച്വലി നീ സുവിശേഷം പറയുന്നത് സുവിശേഷം പറ, അല്ലെങ്കിൽ ഇതൊന്നും പറയാതിരിക്കുക. അതാണ് നിനക്ക് നല്ലത്. ഗോസ്പൽ TV സാജു തോമസ് ഇതൊക്കെ എനിക്ക് തോന്നിയ ഒരു വട്ടനാണെന്നാണ് തോന്നുന്നത്. ഇവന് പെന്തക്കോസ്തുകാരെ പറ്റി കുറ്റം പറയാൻ എന്തിരിക്കുന്നു? അത് ചിലപ്പം തരികടകൾ കാണും പെന്തക്കോസ്ത് എന്ന് വിചാരിച്ച് മൊത്തം പെന്തക്കോസ്തുകാരെയും കുറ്റം പറയുന്ന ഒരുത്തനാണ് ഈ സാജു തോമസ് എന്ന് പറയുന്ന UPക്കാരൻ. അതുകൊണ്ട് ഇവൻ്റെ ഈ യൂട്യൂബിൽ വന്ന് പ്രസംഗിക്കുന്നവരെല്ലാം വളരെ ശ്രദ്ധിക്കണം. ഇവൻ വിശ്വാസത്തിനെതിരാണ് ഈ സാജു തോമസ്.